ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്നത്. ഒരു 1 മന്തൊക്കെ ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ ഞാനും അമ്മാമ്മയും അതുപോലെ തന്നെ അപ്പൂസും മാത്രമുള്ളൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അമ്മ ഇല്ല കേട്ടോ. അമ്മ കുറേ നാളുകൾക്ക് ശേഷം ജോലിക്ക് പോയി തുടങ്ങി. തിങ്കളാഴ്ച തൊട്ട് ജോലിക്ക് പോയി തുടങ്ങി കേട്ടോ. ഒരിക്കലും ഞാൻ 7ാം മാസം ഏഴാം മാസം പുളിയൂണ് കഴിഞ്ഞിട്ട് അമ്മ ജോലി നിർത്തിയതാണ്. ലീവ് എടുത്തത്, നിർത്തി മീൻസ് അങ്ങനെയല്ല, ലീവ് എടുത്തതാണ്. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ മാമോദീസ കഴിഞ്ഞിട്ടാണ് ഫെബ്രുവരി 3-ാം തീയതി തൊട്ടാണ് കേട്ടോ അമ്മ ജോലിക്ക് പോയി തുടങ്ങിയത്. എനിക്ക് തോന്നുന്നു 6-6.5 മാസമൊക്കെ ആയിട്ടുണ്ട് ജോലിക്ക് പോയിട്ട്. അപ്പോൾ അമ്മയില്ലാത്ത ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം പണികളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഈ മോർണിംഗ് ഞാൻ എണീറ്റു, ഫ്രഷായി, അതുപോലെ തന്നെ ഫേസ് വാഷൊക്കെ ഇട്ടിട്ട് മുഖം കഴിഞ്ഞിട്ട് നേരെ ഞാൻ പോയത്, ഞാൻ ഷോർട്സിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, സ്മൂതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഇപ്പം ഞാൻ ഡെയിലി കഴിക്കുന്നില്ല കേട്ടോ. ഏതെങ്കിലും ഒരു ദിവസം ചിലപ്പോൾ മുടങ്ങും, ചിലപ്പോൾ ഞാൻ കാലത്ത് കഴിക്കും, ചിലപ്പോൾ ഞാൻ രാത്രി കഴിക്കും. അങ്ങനെ ഇന്ന ടൈമൊന്നൊന്നുമില്ല ഞാൻ കഴിക്കണത്. അങ്ങനെ ഞാനത് കഴിക്കണ സമയമാകുമ്പോഴേക്കും അവൻ വാശി പിടിച്ചു. അപ്പോഴേക്കും എൻ്റെ അടുത്തേക്ക് വന്നു കേട്ടോ. അപ്പോൾ അവൻ എൻ്റെ അടുത്തിരുന്ന് ഇങ്ങനെ ചില സമയങ്ങളിൽ ഇതുപോലെ തന്നെ ഫുഡ് കഴിക്കുന്ന സമയത്തൊക്കെ അവൻ വാശി പിടിക്കും. അപ്പോൾ ഞാൻ അവനെ മടിയിലിരുത്തിയിട്ട് അങ്ങനെ ഫുഡ് കഴിക്കുക ചെയ്യുക. പക്ഷേ എനിക്ക് എന്താ പറയുക, ഒരു കംഫർട്ട് ഇല്ല കേട്ടോ അങ്ങനെ കഴിക്കാനായിട്ട്. എനിക്ക് അവൻ്റെ മേത്തേക്ക് എങ്ങാനും വീഴുമോ അങ്ങനെയൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ അത് കഴിക്കൽ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നേരെ അവനെ കുളിപ്പിക്കാനുള്ള പരിപാടി നോക്കി കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ബേസണിലാണ് വെള്ളം എടുക്കുക. വെള്ളം എടുത്തിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കും. എന്നിട്ട് ഞാൻ ചൂട് നോക്കും കേട്ടോ. കൂടുതൽ ചൂടാകാൻ പാടില്ലല്ലോ, അങ്ങനെ ഉണ്ണിയല്ലേ. അപ്പോൾ അതുകൊണ്ട് കറക്റ്റാണോ നോക്കും. എന്നിട്ട് ചൂടുവെള്ളം ഞാൻ കളയില്ല കേട്ടോ. കാരണം ഞാൻ ബാത്റൂമിൽ പോയി ഇത് വെച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും എന്താ പറയുക, വെള്ളം തണുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ചൂടുവെള്ളം കളയില്ല. അമ്മമ്മോട് ഞാൻ കൊണ്ടുവരാൻ പറയും കേട്ടോ. അമ്മമ്മയെ കുറച്ച് വെള്ളം കൊണ്ടുവന്നേ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ വെക്കും കേട്ടോ. അങ്ങനെ കുളിപ്പിക്കാനുള്ള വെള്ളം റെഡിയാക്കി കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ അപ്പൂസ് നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പോഴേക്ക് ഞാൻ വിചാരിച്ചു, ഈ ഉറക്കത്തിൽ വിളിക്കണോ കുളിപ്പിക്കണോ. പക്ഷേ നമുക്ക് ടൈം തെറ്റി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. 12 മണിക്കുള്ളിൽ നമുക്ക് എന്തായാലും കുളിപ്പിച്ച് തീർക്കണം കേട്ടോ. അപ്പോഴേക്ക് ഞാൻ എന്ത് ചെയ്തു, വെള്ളം അതുപോലെ തന്നെ സോപ്പ് എല്ലാ സാധനങ്ങളും അവിടെ നമ്മുടെ ബാത്റൂമിൽ എടുത്ത് വെച്ചു. അപ്പോഴേക്ക് അപ്പൂസ് വെച്ചാൽ നല്ല ഉറക്കത്തില്ല. എന്തുറക്കം എന്ന് പറയാം, നമുക്ക് തന്നെ ഒരു വിഷമം തോന്നും കേട്ടോ. അങ്ങനെ കുളിപ്പിക്കണ ആ ടൈമിൽ ഇങ്ങനെ ഉറങ്ങണ കാണുമ്പോൾ. അപ്പോൾ ഈ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞു. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന് പൗഡറൊക്കെ നമ്മൾ ഇതുപോലെ ഏപ്പുകളൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കും കേട്ടോ. കൈമയും കാലുമയും കഴുത്തിലും അതുപോലെ തന്നെ അവിടെയൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കും കേട്ടോ. അത് ഉരയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഇട്ട് കൊടുക്കുന്നത്. അത് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ കണ്ണ് കുറച്ച് കഴിഞ്ഞിട്ട് എഴുതി കൊടുക്കുള്ളൂ. കാരണം അവൻ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ കണ്ണ് എഴുതി കൊടുക്കുള്ളൂ കേട്ടോ. അതൊക്കെ ചിലപ്പോൾ അതിനായിട്ട് ഇരിക്കാനൊന്നും പറ്റില്ല. ചിലപ്പോൾ നമ്മൾ പാൽ കൊടുക്കണ സമയത്തൊക്കെ ആവും ചിലപ്പോൾ കണ്ണൊക്കെ എഴുതി കൊടുക്കാൻ. ഞാൻ ചിലപ്പോൾ അവൻ എന്താ പറയുക, നമ്മൾ സെക്കൻഡിൽ നമ്മൾ കണ്ണ് എഴുതി തീർക്കും കേട്ടോ. അങ്ങനെ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് കഴിഞ്ഞു. പിന്നെ അവനെ കളിയിലാണ് കേട്ടോ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴേക്കും അവൻ കരച്ചിൽ തുടങ്ങും. കരച്ചിൽ തുടങ്ങി കഴിഞ്ഞാൽ ഫീഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ അങ്ങനെ കിടന്നുറങ്ങും കേട്ടോ. കുളി കഴിഞ്ഞ അങ്ങനെ അപ്പൂസിൻ്റെ ഒക്കെ കുളി കഴിയുമ്പോഴേക്കും ഏകദേശം ഒരു 10:30 ആയിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ആ ടൈം ആകുമ്പോഴാണ് എനിക്ക് വിശപ്പ് തുടങ്ങുക. കാരണം കാലത്ത് നമ്മൾ സ്മൂത്തിയാണല്ലോ കഴിച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് പെട്ടെന്ന് വിശപ്പ് വരില്ല കേട്ടോ. അപ്പോൾ ഒരു 10:30 ആകുമ്പോഴേക്കും എന്തായാലും വിശപ്പ് വരും. അപ്പോഴാണ് ഞാൻ ചായ കുടിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും അവനെ കുളിപ്പിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ചായ കുടിക്കാനായിട്ട് ഇരിക്കാമല്ലോ എന്ന് വിചാരിക്കും കേട്ടോ. അപ്പം കാലത്ത് അമ്മ ചായ ഉണ്ടാക്കി വെച്ചിട്ട് പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് ചൂടാറിയിട്ടുണ്ടായിരിക്കും കേട്ടോ. അമ്മ പോകണത് 8 മണിക്കൊക്കെയാണ്. അപ്പോൾ അതിന് മുന്നായിട്ട് അമ്മ ചായ ഉണ്ടാക്കി വെക്കും. അമ്മയ്ക്ക് ഉണ്ടാക്കണോട് കൂടിയിട്ട് അമ്മ എനിക്ക് ഉണ്ടാക്കി വെക്കും കേട്ടോ. പക്ഷേ കടി എനിക്ക് ഉണ്ടാക്കിയില്ല.
കാരണം അത് പിന്നെ ചൂടാറുമല്ലോ വെച്ചിട്ട് കടി ഉണ്ടാക്കില്ല കേട്ടോ. ചായ പിന്നെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചൂടാക്കിയിട്ട് കഴിക്കെങ്കിലും ചെയ്യാമല്ലോ, പക്ഷെ കടി നമുക്ക് അതിനായിട്ട് പിന്നെ ചൂടാക്കാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ ചായ ഞാൻ ചൂടാക്കിയിട്ട് നേരെ അത് കപ്പിൽ ഒഴിച്ച് വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇന്നത്തെ കഴിക്കാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ പൂരിയായിരുന്നു. അപ്പോൾ നമ്മൾ ചപ്പാത്തി ഇന്നലെ മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് ഒരു കഷ്ണങ്ങളാക്കിയിട്ട് അങ്ങനെ പൂരിയാക്കിയിട്ട് കഴിക്കുകയാണ് ചെയ്യുക കേട്ടോ. അങ്ങനെ നമ്മുടെ പൂരിയും ചായയും റെഡി ആയിട്ടുണ്ട്. ഇനി അത് കഴിക്കുന്ന ഒരു ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഡ്രസ്സ് കഴുകിയിടാനായിട്ട് പോയി കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അമ്മ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഏകദേശം കുറേ പണികൾ നമ്മൾ തന്നെ ചെയ്യണം. എന്താ പറയുക, വയ്യെങ്കിലും നമ്മൾ തന്നെ ചെയ്യണം കേട്ടോ. കൂടുതലും അവൻ്റെ കാര്യങ്ങൾ, അല്ലാതെ ബാക്കി വീട്ടിലെ പണികളെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, അവൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ അതേ ഡ്രസ്സുകളൊക്കെ കഴുകിയിട്ടുണ്ട്. അപ്പോൾ കൂടുതലും അവൻ്റെ മറ്റേ മൂത്രം ഒഴിക്കുന്ന ഒരു മുണ്ട്, ഇപ്പോഴും ഞാൻ മുണ്ട് തന്നെ ഇട്ട് കൊടുക്കുന്നത്, അല്ലാതെ ട്രൗസറൊന്നും ഇടയ്ക്ക് ഇട്ട് കൊടുക്കും, അല്ലാതെ ഞാൻ ഇട്ട് കൊടുക്കാറില്ല കേട്ടോ. അങ്ങനെ ഡ്രസ്സ് കഴുകൽ കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഞാൻ ചോറിൻ്റെ കാര്യത്തിലേക്ക് പോയി കേട്ടോ. അപ്പോൾ നമ്മൾ തലേദിവസം റൈസ് കുക്കറിലാണ് കേട്ടോ ചോറ് വെക്കുന്നത്. അപ്പോൾ റൈസ് കുക്കറിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് അത് ചോറായിട്ട് വരുമല്ലോ. അപ്പോൾ നമ്മളെങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഈ റൈസ് കുക്കറിൻ്റെ ഉള്ളിലൊരു കലം ഉണ്ടായിരിക്കും കേട്ടോ. ആ കലത്തിലേക്ക് വെള്ളം ചൂടാക്കിയിട്ട്, അതിൻ്റെ ശരിക്കും കണക്ക് എനിക്ക് പറഞ്ഞുതരാൻ അറിയില്ല കേട്ടോ, ചേച്ചിക്കാണ് കൂടുതൽ അറിയുക. എന്നിട്ട് അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ അമ്മയാണ് ചെയ്ത് വെക്കാറ് കേട്ടോ. എന്നിട്ട് നമ്മൾ മോർണിംഗ് എന്താ പറയുക, ഇതുപോലെ ഊറ്റി എടുത്തിടും കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് വേവായിട്ട് കിട്ടും. ഇതിനിപ്പോൾ തിളപ്പിക്കണോ, ചിലവർ പറയും ഇത് തിളപ്പിക്കണം എന്നൊക്കെ പറയും, പക്ഷെ ഞങ്ങൾ തിളപ്പിക്കാറൊന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ചോറ് റെഡിയായി. അത് കഴിഞ്ഞിട്ട് ഞാൻ അമ്മാമ്മയ്ക്ക് ചോറ് കൊടുത്തു കേട്ടോ. അപ്പൂസ് പിന്നെ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവനപ്പോൾ കണ്ണൊക്കെ എഴുതി കൊടുത്തു, പിരിക എഴുതി കൊടുത്തു. കണ്ണ് എഴുതിയില്ല കേട്ടോ, പിരിക മാത്രം എഴുതി കൊടുക്കും. അതുപോലെ തന്നെ പൊട്ടിട്ട് കൊടുക്കും കേട്ടോ. നടുക്കിലിട്ട് കൊടുക്കാറില്ല, 90 കഴിഞ്ഞാൽ നടുക്കിലിടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഞാൻ ഇട്ട് കൊടുക്കാറൊന്നുമില്ല. ഞാൻ രണ്ടും സൈഡിലിടും, അതുപോലെ തന്നെ നെറ്റിയും ഇട്ട് കൊടുക്കും കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അമ്മാമ്മയ്ക്ക് ചോറ് കൊടുക്കൽ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തു, മുടി കെട്ടാനായിട്ടിരുന്നു കേട്ടോ. ജസ്റ്റ് മുടിയുമൊന്ന് തൊട്ട് കഴിഞ്ഞിട്ടൊന്ന് ഇങ്ങോട്ട് എടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം മുടി എനിക്കിപ്പോൾ കൊഴിയുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് എനിക്കറിയില്ല, ഒരു 3 മാസം എനിക്ക് ഇതുപോലെ കൊഴിയണം ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. എൻ്റെ 90 കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇങ്ങനെ മുടി കൊഴിച്ചൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഡെലിവറിക്ക് ശേഷം മുടി കൊഴിയുമെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ ഇമ്മാതിരി കൊഴിച്ചിൽ കൊഴിയുമെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. അതേപോലെയാണ് കൊഴിയുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളിങ്ങനെ പ്രസവം കഴിഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ മുടിയിടാൻ പാടില്ല, ചീർപ്പുകൊണ്ട് മുടിയിടാൻ പാടില്ല, നമ്മൾ ജസ്റ്റ് സാധാരണ ഒന്ന് മുടി കോന്തിയിട്ട് അങ്ങനെ കെട്ടിവെക്കാനാണ് പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആ സമയത്ത് അതൊന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മുടി കൊഴിയും എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഇനി അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, മുടി കൊഴിയണേന്ന് എനിക്കറിയില്ല. പക്ഷേ ഡെലിവറിക്ക് ശേഷം എൻ്റെ മുടി ഇതുപോലെയാണ് കൊഴിയുന്നത്. അങ്ങനെ മുടി വല്ലവരും കൊഴിയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ, ആശ്വസിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഗൈസ്. അപ്പോൾ കണ്ടതേ ഇതേപോലെയാണ് കേട്ടോ എൻ്റെ മുടി കൊഴിയുന്നത്. ഇത് കുറച്ച് ഇനിയും കൊഴിയാറുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഇത് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. കുളി കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മുടി ഈരാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വന്നതാണ് കേട്ടോ. കാരണം എൻ്റെ അടുത്ത് അമ്മ പറഞ്ഞിട്ടുണ്ട്, മുടി ഈരുണ്ട് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് പോയിട്ട് ഈരിയാൽ മതി. കാരണം അതേപോലെയാണ് കേട്ടോ മുടി കൊഴിയണത്. അങ്ങനെ വല്ലവരും കൊഴിയുണ്ട് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. ഡെലിവറി കഴിഞ്ഞിട്ട് കേട്ടോ, അല്ലാതെ കൊഴിയണതല്ല. ഡെലിവറിക്ക് മുന്നൊന്നും എനിക്കിങ്ങനെ ഇത്ര കൊഴിച്ചിലുണ്ടായിരുന്നില്ല കേട്ടോ. ഇതിങ്ങനെ ഓരോന്ന് എടുക്കുമ്പോൾ നമുക്ക് ഓരോ ജസ്റ്റ് ഒന്ന് നമുക്ക് ഇങ്ങനെ എടുത്താൽ മതി, അപ്പം നമുക്ക് കിട്ടും കേട്ടോ. അതേപോലെയാണ് മുടിക്ക് നന്നായിട്ട് കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. സത്യം പറയാന്ന് വെച്ചാൽ അത് കാണുമ്പോൾ ഭയങ്കര വിഷമമാവും കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു 6 മാസം വരെ നമുക്കിങ്ങനെ മുടി കൊഴിയും എന്നാണ് പറയുന്നത് കേട്ടോ. അറിയില്ല, 6 മാസം വരെ ഇതിങ്ങനെ സഹിക്കണം. അങ്ങനെ അപ്പോൾ എൻ്റെ കുളി കഴിഞ്ഞു, ചെക്കൻ്റെ കുളിയും കഴിഞ്ഞു കേട്ടോ. ഞാൻ തലയൊന്നും കുളിച്ചിട്ടില്ല. തല ഞാൻ ഒരാഴ്ചയിൽ ഒരു ദിവസമൊക്കെ കുളിക്കുള്ളൂ. കാരണം അതേപോലെയാണ് എൻ്റെ മുടി ഇങ്ങനെ കൊഴിയുന്നത്. അത് കാണുമ്പോൾ തന്നെ എനിക്ക് ആകെ എന്താ പോലെയാവും. അതുകൊണ്ട് ഞാൻ തല ഒരാഴ്ചയിൽ ഒരു ദിവസമോ 2 ദിവസമൊക്കെ കുളിക്കുള്ളൂ ഞാൻ. കാരണം ആദ്യം തലയിലത്ത് കെട്ട് തീർക്കുമ്പോൾ ഒരു കൊട്ട പോവും, അത് കഴിഞ്ഞ് എണ്ണ തേച്ച് കഴിയുമ്പോൾ അടുത്തത് പോവും, അത് കഴിഞ്ഞ് കുളി കഴിഞ്ഞ് വരുമ്പോൾ അടുത്തത് പോവും. അങ്ങനെ കുറേ അധികം മുടി പോകുന്നതുകൊണ്ട് ഞാൻ ഡെയിലി കുളിച്ചിട്ടുണ്ടായിരുന്നു. തല ഡെയിലിയൊക്കെ കുളിക്കുന്നുണ്ടായിരുന്നതായിരുന്നു. പക്ഷേ അത് എന്തായാലും സെറ്റാവുന്ന കാര്യമല്ല. ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ തലയിൽ മുടി ഉണ്ടാവില്ല ഗൈസ്, അതാണ്. പിന്നെ ഇപ്പം എന്താ, അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അത്യാവശ്യം പണികളുണ്ട് കേട്ടോ. അപ്പം അമ്മയില്ലാത്തതുകൊണ്ട് നമ്മൾ കൂടുതലും കുറേ പണികൾ എനിക്ക് ചെയ്യാനുണ്ട്. ഉച്ചവരെ തന്നെയുള്ള പണികൾ.
അത് കഴിഞ്ഞ് കഴിഞ്ഞ് വലിയ പണിയും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ സെറ്റായിട്ട് ഉച്ച വരെ അത്യാവശ്യം പണികളുണ്ട്. ഇപ്പോൾ നേരത്തെ കണ്ടില്ല നിങ്ങൾ കുറേ പണികൾ കണ്ടില്ലേ. ഡ്രസ്സ് കഴുകിടാണ്ട്, അതുപോലെ തന്നെ അവനെ കുളിപ്പിക്കണം, എനിക്ക് കുളിക്കണം, പിന്നെ മറ്റേ കാലത്ത് ഉണ്ടാക്കി കഴിക്കുന്ന സംഭവങ്ങൾ അതൊക്കെ നമ്മൾ തന്നെ ചെയ്യണം. അല്ല, കാലത്ത് ഉണ്ടാക്കി കഴിയുമ്പോൾ ഞാൻ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ ഉണ്ടെങ്കിൽ ഞാൻ തന്നെ ഉണ്ടാക്കി കഴിക്കാറ്. പൊതുവെ അമ്മയുള്ള സമയങ്ങളിൽ ബാക്കിയുള്ള ജോലികളൊക്കെ അമ്മ ചെയ്യും. പിന്നെയും ഉള്ളിലത്തെ പണികൾ പിന്നെയും ഞാൻ ചെയ്യാനായിട്ട് നോക്കും കേട്ടോ. പിന്നെ എന്താ പറയുക, അടിച്ചു വാര തുടയ്ക്കണ പരിപാടി മാത്രമേ ഞാൻ ചെയ്യാത്തുള്ളൂ. അത് വൈകിട്ട് വന്നു കഴിഞ്ഞാൽ അമ്മ വൈകിട്ട് വരുമ്പോൾ അമ്മ ചെയ്യാറ്, ഞാൻ ചെയ്യാറില്ല കേട്ടോ. കാരണം അതും കൂടി എനിക്ക് വയ്യ ചെയ്യാനായിട്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് മുടിയിടാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വന്നപ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്തതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഉള്ളിലേക്ക് പോകാം ഗൈസ്. അപ്പം ഞാൻ ഉച്ച വരെയുള്ളൊരു ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ഇന്ന് എടുക്കുന്നുള്ളൂ കേട്ടോ. ഫുള്ളുള്ളൊരു ഡേ ഇൻ മൈ ലൈഫ് ഞാൻ വേറൊരു ദിവസമായിട്ട് എടുക്കാം. കാരണം എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവൻ വാശി പിടിച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ വേറൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.